JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ഏറ്റവും പുതിയ സിലബസും ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യനുകളും സ്പെഷ്യൽ ടോപ്പിക്സ് തന്നെ പ്രത്യേകമായിട്ട് തന്നെ ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇന്ന് സ്പെഷ്യൽ ടോപ്പിക്സിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തീ അണയ്ക്കാൻ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? തീ അണയ്ക്കാൻ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? വെള്ളമാണ് അല്ലേ? വെള്ളം ചൂടിനെ ആഗിരണം ചെയ്യുകയും ഇന്ധനത്തെ തണുപ്പിക്കുകയും ചെയ്യുന്നു. ഇത് തീ അണയ്ക്കാൻ സഹായിക്കുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? എന്നിരുന്നാലും വൈദ്യുതി സംബന്ധമായ തീപിടുത്തങ്ങൾ, എണ്ണ, ഗ്രീസ് തുടങ്ങിയ ദ്രാവകങ്ങൾ മൂലമുണ്ടാകുന്ന തീപിടുത്തങ്ങൾക്കും വെള്ളം ഉപയോഗിക്കരുത്. അത് പ്രത്യേകം ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിക്ക് പൊള്ളലേറ്റാൽ ആദ്യമായി ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? ഒരു വ്യക്തിക്ക് പൊള്ളലേറ്റാൽ ആദ്യമായി ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടുപിടിച്ചോ? ഏതാണ്? പൊള്ളലേറ്റ ഭാഗം തണുത്ത വെള്ളത്തിൽ മുക്കുക. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം, ഐസല്ല, ഒഴിവാക്കുന്നത് വേദന കുറയ്ക്കാനും കൂടുതൽ കേടുപാടുകൾ സംഭവിക്കുന്നത് തടയാനും സഹായിക്കുന്നു. അപ്പോൾ പൊള്ളലേറ്റ ഭാഗം തണുത്ത വെള്ളത്തിൽ മുക്കുക. അതാണ് ആദ്യമായി ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ. അടുത്ത ക്വസ്റ്റ്യൻ. തീപിടുത്തത്തിന് കാരണമാകുന്ന 3 പ്രധാന ഘടകങ്ങൾ ഏതാണ്? തീപിടുത്തത്തിന് കാരണമാകുന്ന 3 പ്രധാന ഘടകങ്ങൾ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ. ഇന്ധനം, ഓക്സിജൻ, ചൂട്. ഫയർ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന ഈ 3 ഘടകങ്ങളും തീപിടുത്തത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതാക്കിയാൽ തീ അണയ്ക്കാൻ സാധിക്കും. അപ്പോൾ തീപിടുത്തത്തിന് കാരണമാകുന്ന 3 പ്രധാന ഘടകങ്ങളാണ് ഇന്ധനം, ഓക്സിജൻ, ചൂട്. ഇതെങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഫയർ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന ഈ 3 ഘടകങ്ങളും തീപിടുത്തത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതാക്കിയാൽ തീ അണയ്ക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കെട്ടിടത്തില് തീപിടുത്തം ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ ഒരു കെട്ടിടത്തിലൊക്കെ തീപിടുത്തം ഉണ്ടായാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം എന്ന്? ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? അഗ്നിശമന സേനയെ വിളിക്കുക. എത്രയും പെട്ടെന്ന് അഗ്നിശമന സേനയെ അറിയിക്കുകയും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഒരു കെട്ടിടത്തിലൊക്കെ തീപിടുത്തം ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് അഗ്നിശമന സേനയെ വിളിക്കുക എന്നതാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. വിഷവാതകം ശ്വസിച്ച് അബോധാവസ്ഥയിലായ ഒരു വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷ നൽകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വിഷവാതകം ശ്വസിച്ച് അബോധാവസ്ഥയിലായ ഒരു വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷ നൽകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റുക. വിഷവാതകം ശ്വസിച്ച് അബോധാവസ്ഥയിലായ ഒരാളെ ഉടൻ തന്നെ സുരക്ഷിതവും ശുദ്ധവായു ലഭിക്കുന്നതുമായ സ്ഥലത്തേക്ക് മാറ്റേണ്ടത് വളരെ പ്രധാനമാണ്. തുടർന്ന് വൈദ്യസഹായം തേടുക. അപ്പോൾ ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ചെറിയ പൊള്ളലുകൾക്ക് സാധാരണയായി എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകുന്നത്? ചെറിയ പൊള്ളലുകൾക്ക് സാധാരണയായി എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെറിയ പൊള്ളലുകൾക്ക് സാധാരണയായിട്ട് എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകുന്നത്? തണുത്ത വെള്ളത്തിൽ 10-20 മിനിറ്റ് മുക്കുക. ഈ ചെറിയ പൊള്ളലുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്
ചുവപ്പ് നിറമാവുകയും നേരിയ വേദന അനുഭവപ്പെടുകയൊക്കെ ചെയ്യും. ഇവയെ തണുത്ത വെള്ളത്തിൽ 10-20 മിനിറ്റ് മുക്കുന്നത് ആശ്വാസം നൽകുകയും കേടുപാടുകൾ കുറയ്ക്കുകയും ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ. തീപിടുത്തം തടയാൻ സഹായിക്കുന്ന ഒരു പ്രധാന മുൻകരുതൽ എന്താണ്? തീപിടുത്തം തടയാൻ സഹായിക്കുന്ന ഒരു പ്രധാന മുൻകരുതൽ എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ശരിയുത്തരം ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ഫയർ അലാറം സ്ഥാപിക്കുക. ഫയർ അലാറം തീപിടുത്തം നേരത്തെ കണ്ടെത്താനും ആളുകളെ സുരക്ഷിതമായി ഒഴിപ്പിക്കാനും സഹായിക്കുന്നു. ഇത് ജീവൻ രക്ഷിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ തീപിടുത്തം തടയാൻ സഹായിക്കുന്ന ഒരു പ്രധാന മുൻകരുതലാണ് എന്താണ്? ഫയർ അലാറം സ്ഥാപിക്കുക എന്നത്. ഇതിലൂടെ എന്ത് സംഭവിക്കും? ഫയർ അലാറം തീപിടുത്തം നേരത്തെ കണ്ടെത്താനും ആളുകളെ സുരക്ഷിതമായി ഒഴിപ്പിക്കാനും സഹായിക്കുന്നു. ഇത് ജീവൻ രക്ഷിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾക്ക് ശ്വാസമുട്ടൽ ഉണ്ടായാൽ ഹെയ്ംലിച്ച് മനോവർ ചെയ്യുമ്പോൾ എവിടെയാണ് മർദ്ദം ചെലുത്തേണ്ടത്? ഒരാൾക്ക് ശ്വാസമുട്ടൽ ഉണ്ടായാൽ ഹെയ്ംലിച്ച് മനോവർ ചെയ്യുമ്പോൾ എവിടെയാണ് മർദ്ദം ചെലുത്തേണ്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? വയറിന്റെ മുകൾ ഭാഗത്ത്, നെഞ്ചിന് താഴെ. ഹെയ്ംലിച്ച് മനോവർ ചെയ്യുമ്പോൾ നെഞ്ചിന് താഴെയും പൊക്കിളിന് മുകളിലുമായി വയറിന്റെ മുകൾ ഭാഗത്താണ് മർദ്ദം ചെലുത്തേണ്ടത്. ഇത് ശ്വാസം മുട്ടലിന് കാരണമായ വസ്തുവിനെ പുറത്തേക്ക് തള്ളാൻ സഹായിക്കും. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, ഒരാൾക്ക് ശ്വാസമുട്ടൽ ഉണ്ടായാൽ ഹെയ്ംലിച്ച് മനോവർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വയറിന്റെ മുകൾ ഭാഗത്ത്, അതായത് നെഞ്ചിന് താഴെയാണ് മർദ്ദം ചെലുത്തേണ്ടത്. ഇത് ശ്വാസമുട്ടലിന് കാരണമായ വസ്തുവിനെ പുറത്തേക്ക് തള്ളാൻ സഹായിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. കെട്ടിടത്തിനുള്ളിൽ തീപിടുത്തം ഉണ്ടായാൽ പുകയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് സുരക്ഷിതമായി പുറത്തു കടക്കേണ്ടത്? കെട്ടിടത്തിനുള്ളിൽ തീപിടുത്തം ഉണ്ടായാൽ പുകയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് സുരക്ഷിതമായി പുറത്തു കടക്കേണ്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? തറയിൽ മുട്ടുകുത്തി ശരീരം താഴ്ത്തി ഇഴഞ്ഞു നീങ്ങുക. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. തറയിൽ മുട്ടുകുത്തി ശരീരം താഴ്ത്തി ഇഴഞ്ഞ് നീങ്ങുക. പുക ഉയർന്നു പോകുന്നതിനാൽ തറയോട് ചേർന്ന് ശുദ്ധവായു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശരീരം താഴ്ത്തി ഇഴഞ്ഞു നീങ്ങുന്നത് പുക ശ്വസിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. തീപിടുത്തം ഉണ്ടാവുമ്പോൾ വൈദ്യുതി വിച്ഛേദിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? സാധാരണ എല്ലായിടത്തും കാണുന്ന ഒരു കാര്യമാണ് അല്ലെ. തീപിടുത്തമൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ വൈദ്യുതി വിച്ഛേദിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ഈ വൈദ്യുതി വിച്ഛേദിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലെ. മുകളിൽ പറഞ്ഞവ എല്ലാം, അതായത് തീ കൂടുതൽ പടരാതിരിക്കാൻ, വൈദ്യുതാഘാതം ഒഴിവാക്കാൻ, അഗ്നിശമന സേനയ്ക്ക് പ്രവർത്തിക്കാൻ എളുപ്പമാക്കാൻ, ഇവയെല്ലാം ശരിയായിട്ടുള്ള ഉത്തരമാണ്. വൈദ്യുതി വിച്ഛേദിക്കുന്നത് തീ കൂടുതൽ പടരുന്നത് തടയാനും വൈദ്യുതാഘാതം ഒഴിവാക്കാനും അഗ്നിശമന സേനയ്ക്ക് സുരക്ഷിതമായി പ്രവർത്തിക്കാനും സഹായിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഒരാളുടെ വസ്ത്രത്തിന് തീപിടിച്ചാൽ എന്തു ചെയ്യണം? ഒരാളുടെ വസ്ത്രത്തിന് തീപിടിച്ചാൽ എന്തു ചെയ്യണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? നിലത്ത് കിടന്ന് ഉരുളുക. ഒരാളുടെ വസ്ത്രത്തിന് തീപിടിച്ചാൽ നിലത്ത് കിടന്ന് ഉരുളുക. സ്റ്റോപ്പ്, ഡ്രോപ്പ് ആൻഡ് റോൾ. നിൽക്കുക, താഴെ വീഴുക, ഉരുളുക എന്ന തത്വം ഇവിടെ പ്രയോഗിക്കുക. ഇത് ഓക്സിജൻ ലഭ്യത കുറയ്ക്കുകയും തീ അണയ്ക്കുകയും ചെയ്യും. ഇത് ഓക്സിജൻ ലഭ്യത കുറയ്ക്കുന്നതിനും തീ അണയ്ക്കുകയും ചെയ്യും. അപ്പോൾ സ്റ്റോപ്പ്, ഡ്രോപ്പ് ആൻഡ് റോൾ, അതായത് നിൽക്കുക, താഴെ വീഴുക, ഉരുളുക എന്ന തത്വം ഇവിടെ പ്രയോഗിക്കുക. ഒരാളുടെ വസ്ത്രത്തിന് തീപിടിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റോപ്പ്, ഡ്രോപ്പ് ആൻഡ് റോൾ. നിൽക്കുക, താഴെ വീഴുക, ഉരുളുക. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? നിലത്ത് കിടന്ന് ഉരുളുക എന്നുള്ളത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഫയർ എക്സ്റ്റിങ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഓർമ്മിക്കേണ്ട പ്രധാന തത്വം എന്താണ്? ഒരു ഫയർ എക്സ്റ്റിങ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഓർമ്മിക്കേണ്ട പ്രധാന തത്വം എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. പാസ്,
പുൾ, എയിം, സ്ക്വീസ്, സ്വീപ്പ്. പുൾ ദ പിൻ, പിൻ ഊരുക. എയിം ദ നോസിൽ അറ്റ് ദ ബേസ് ഓഫ് ദ ഫയർ, നോസിൽ തീയുടെ ചുവട്ടിലേക്ക് ലക്ഷ്യമിടുക. സ്ക്വീസ് ദ ഹാൻഡിൽ, കൈപ്പിടി അമർത്തുക. സ്വീപ്പ് ഫ്രം സൈഡ് ടു സൈഡ്, ഇടത്തു നിന്ന് വലത്തോട്ട് തിരിച്ചോ വീശുക. അപ്പോൾ ഒരു ഫയർ എക്സ്റ്റിങ്ഷൻ ഓർമ്മിക്കേണ്ട പ്രധാന തത്വം എന്താണ്? PASS, പുൾ, എയിം, സ്ക്വീസ്, സ്വീപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. ആഴത്തിലുള്ള പൊള്ളലുകൾക്ക് എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകേണ്ടത്? ആഴത്തിലുള്ള പൊള്ളലുകൾക്ക് എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകേണ്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, അടിയന്തര വൈദ്യസഹായം തേടുക. 3-ാം ഡിഗ്രി പൊള്ളലുകൾക്ക് ചർമ്മത്തിന്റെ എല്ലാ പാളികളെയും ബാധിക്കുന്നതിനാൽ അവ വളരെ ഗുരുതരമാണ്. ഇവയ്ക്ക് അടിയന്തര വൈദ്യസഹായം ആവശ്യമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വൈദ്യുത ഷോക്കേറ്റ് അബോധാവസ്ഥയിലായ ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വൈദ്യുത ഷോക്കേറ്റ് അബോധാവസ്ഥയിലായ ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, വൈദ്യുത ഉറവിടം വിച്ഛേദിക്കുക. വൈദ്യുതാഘാതം ഏറ്റ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് വൈദ്യുത ഉറവിടം സുരക്ഷിതമായി വിച്ഛേദിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കും വൈദ്യുതാഘാതം ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പ്രഥമ ശുശ്രൂഷ നൽകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വൈദ്യുത ഉറവിടം വിച്ഛേദിക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. അടുക്കളയിൽ എണ്ണയ്ക്ക് തീ പിടിച്ചാൽ എന്തു ചെയ്യണം? അടുക്കളയിൽ എണ്ണയ്ക്ക് തീ പിടിച്ചാൽ എന്തു ചെയ്യണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. അടുപ്പ് ഓഫ് ചെയ്യുക, തീ കെടുത്താൻ ഉണങ്ങിയ തുണിയോ ലിഡോ ഉപയോഗിച്ച് മൂടുക. എണ്ണയ്ക്ക് തീ പിടിച്ചാൽ വെള്ളം ഒഴിക്കരുത്. അത് തീ കൂടുതൽ പടർത്തുകയും അടുപ്പ് തീ കൂടുതൽ പടർത്താൻ വേണ്ടിയിട്ട് കാരണമാകും. അതുകൊണ്ട് അടുപ്പ് ഓഫ് ചെയ്യുകയും തീയെ ഓക്സിജനിൽ നിന്ന് അകറ്റാൻ ഉണങ്ങിയ തുണിയോ ലിഡോ ഉപയോഗിച്ച് മൂടുകയും ചെയ്യുക. ഇപ്പോൾ അടുക്കളയിലൊക്കെ എണ്ണയ്ക്ക് തീ പിടിച്ചാൽ, അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം അടുപ്പ് ഓഫ് ചെയ്യുക, തീ കെടുത്താൻ ഉണങ്ങിയ തുണിയോ ലിഡോ ഒക്കെ ഉപയോഗിച്ച് മൂടുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ എണ്ണയ്ക്കൊക്കെ തീ പിടിക്കുന്ന അവസരത്തിൽ വെള്ളം ഒഴിക്കുന്നത് ഒഴിവാക്കണം. കാരണം എന്താ വെച്ചാൽ വെള്ളം ഒഴിച്ചാൽ അത് തീ കൂടുതൽ പടർത്താനുള്ള സാധ്യത ഉണ്ടാവും. അടുപ്പ് ഓഫ് ചെയ്യുകയും തീയെ ഓക്സിജനിൽ നിന്ന് അകറ്റാൻ ഉണങ്ങിയ തുണിയോ ലിഡോ ഒക്കെ ഉപയോഗിച്ച് മൂടുകയും ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. ഫയർ അലാറം കേൾക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം? ഫയർ അലാറം കേൾക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, സുരക്ഷിതമായ സ്ഥലത്തേക്ക് വേഗത്തിൽ പുറത്തു കടക്കുക. ഫയർ അലാറം കേൾക്കുന്ന അവസരത്തിൽ വേഗത്തിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുകയും അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുകയും ചെയ്യുക. അപ്പോൾ ഫയർ അലാറം കേൾക്കുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? സുരക്ഷിതമായ സ്ഥലത്തേക്ക് വേഗത്തിൽ പുറത്തു കടക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.